കണ്ണൂർ കൊട്ടിയൂർ പന്നിയാമലയിൽ കടുവ കുടുങ്ങി. സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിലെ കമ്പിവേലിയിലാണ് കടുവ കുടുങ്ങിയത്. വനപാലകരുടെ നേതൃത്വത്തിലുള്ള RRT സംഘം സ്ഥലത്തെത്തി. സന്തോഷ കണ്ണൂരിൽ നിന്ന് ചേരുകയാണ്. സന്തോഷ്, മുള്ളുവേലിക്കകത്ത് കടുവ കുടുങ്ങിയ ഒരു സാഹചര്യം, ഇത് ഇപ്പോൾ ഈ കടുവയെ കൂട്ടിലാക്കാൻ വനം വകുപ്പിന് കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് അവിടെയുള്ള നടപടികൾ, എങ്ങനെയാണ് അവിടെ എടുത്തിരിക്കുന്നത്? മനു, ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ കടുവയെ മയക്കുവെടി വെച്ച് അതിനുശേഷം കൂട്ടിലേക്ക് മാറ്റും. ഇതിനായി ഡോക്ടർമാരുടെ സംഘം, ഈ മയക്കുവെടി സംഘം കടുവയുടെ അടുത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. മറ്റ് നാട്ടുകാരെയോ മാധ്യമ പ്രവർത്തകരെയോ ഒന്നും ആ പ്രദേശത്തേക്ക് പോകാൻ അനുവദിക്കുന്നില്ല. കാരണം സുരക്ഷാ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. വലിയ കടുവയാണ്, അത് ആരോഗ്യത്തോടു കൂടി ഈ മുള്ള് കമ്പിവേലിയിൽ കുടുങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ മയക്കുവെടി വെക്കുമ്പോൾ ഉൾപ്പെടെ അത് അക്രമാസക്തനാവാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ള സുരക്ഷ ഒരുക്കിയിട്ടുള്ളത്. ഏതായാലും മയക്കുവെടി വെച്ച് ഈ കടുവയെ കൊണ്ടുപോകുന്നതിനാവശ്യമായ കൂട് ഉൾപ്പെടെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ കടുവയെ മയക്കുവെടി വെച്ചതിന് ശേഷം ഈ കൂട്ടിലേക്ക് മാറ്റും. ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടിയാണ് കൊട്ടിയൂർ പന്നിയാമലയിൽ ഈ കടുവയെ കണ്ടത്. രാവിലെ റബ്ബർ ടാപ്പിങ്ങിന് പോകുന്ന തൊഴിലാളിയാണ് ശബ്ദം കേട്ട് നോക്കിയപ്പോൾ ഈ കൃഷിയിടത്തിലെ വേലിയിൽ കടുവ കുടുങ്ങിക്കിടക്കുന്നതായി കണ്ടത്. ഉടൻ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ വിവരമറിയിക്കുകയും അതിനുശേഷം വനംവകുപ്പ് പോലീസും എല്ലാം എത്തി ഇവിടെ സുരക്ഷ ഒരുക്കുകയും ചെയ്യുകയായിരുന്നു. ഏതായാലും നേരത്തെ പലതവണ കാട്ടാനയുടെ ഉൾപ്പെടെ സാന്നിധ്യമുണ്ടായ പ്രദേശമാണ്. എന്നാൽ കടുവയുടെ ഒരു സാന്നിധ്യം മുൻപ് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ഏതായാലും ഇപ്പോൾ വനംവകുപ്പ് അല്പസമയത്തിനകം തന്നെ ഇതിനെ മയക്കുപിടി വെച്ച് കൂട്ടിലേക്ക് മാറ്റും. സന്തോഷ്, ഇത് വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണോ അതോ ജനവാസ മേഖലയാണോ? എന്താണ് ഒരു സ്വഭാവം? ഇത് കൊട്ടൂർ റിസർവ് ഫോറസ്റ്റിൽ നിന്നും ഒരു 500 മീറ്റർ മാറിയുള്ള ജനവാസ മേഖലയാണ്. അതായത് ഒരു റോഡിന്റെ ഒരു ഭാഗത്ത് കൊട്ടിയൂർ റിസർവ് വനമേഖലയാണ്. ആ റോഡിന് ഈ മറുവശത്താണ് ജനവാസ മേഖലയുള്ളത്. ഇവിടെ വീടുകളും കൃഷിയിടങ്ങളും എല്ലാം ഉണ്ട്. ആ പ്രദേശത്താണ്, ജനവാസ മേഖലയിലാണ് ഇപ്പോൾ കടുവ ഈ കമ്പിവേലിയിൽ കുടുങ്ങിയിരിക്കുന്നത്. ഈ പ്രദേശത്ത് വീടുകളെല്ലാം തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രദേശവാസികൾക്ക് അല്പം ഭീതിയിലുമാണ്. രാവിലെ ഈ കടുവയെ കണ്ട വാർത്ത പരന്നതിന് പിന്നാലെ ഭീതിയിലാണ്. ഏതായാലും നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വല കെട്ടി സുരക്ഷാ വലയമെല്ലാം തന്നെ തീർത്തിട്ടുണ്ട്.